ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പൊന്നുമടത്തിലാണ്. അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവരുടെ പരസ്യമൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കണം. അപ്പൊ വേഗം തന്നെ സ്വാതി പറയാണ്, പിന്നെ ഇവര് പ്രശസ്തയാണോന്നോ, പിന്നെ ഇപ്പൊ ഒരു കൊലപാതക കേസിലെ സസ്പെക്ട് ആയ ഒരു വ്യക്തിയാണ് ദേ ഇവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ പല്ലവി ഒരു മാതിരി പുച്ഛിച്ച് സംസാരിക്കാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കി നിന്നു. അപ്പൊ പോലീസ് സംശയിക്കുന്ന ആളായി നിൽക്കുന്നത്. ആ കേസ് ഇതുവരെ ഒന്നും തീർന്നിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ, എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും ഇങ്ങനെ മിണ്ടാതെ നിന്നു. പൂർണിമാമ ചോദിച്ചതാണ്, ആ നമ്മുടെ കഷ്ടകാലത്തിന് ഇന്ദ്രൻ ഇപ്പം മരിച്ചു എന്ന് വിചാരിക്കാം, കൊന്നത് ഇവരാണെന്ന് തെളിഞ്ഞു എന്നും വിചാരിക്കാം, എന്തായിരിക്കും നമ്മുടെ പരസ്യത്തിന്റെ ഒരു ഗതി, ഒന്ന് ചിന്തിച്ച് നോക്കിയമ്മ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഇതായിപ്പോയി. ഒരു കുഴപ്പമില്ല, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ആ സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് കൊള്ളാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ പെടും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചു നിന്നു. അല്ല എന്നാലും നീ ഇവരെ അഭിനന്ദിക്കില്ല അല്ലേ? ഞാൻ എന്തിനാമേ അഭിനന്ദിക്കുന്നത്? തരക്കേടില്ല, അത്രേ ഉള്ളൂ, അത് കൂടുതലൊന്നുമില്ല, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, നത്തിങ് എന്ന് പറഞ്ഞ ഋതു ഒരുമാതിരി ആക്കിയ രീതിയിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് ഋതുവും സ്വാതിയും കൂടി അകത്തേക്ക് കയറിപ്പോയി. അപ്പൊ പല്ലവിയും അച്ചുവും സേതുവും ഒക്കെ കൂടി അവിടെ നിൽക്കുകയാണ്. അപ്പൊ വേഗം തന്നെ പല്ലവിക്ക് എന്തോ ഭയങ്കര വിഷമായി പോയി കേട്ടോ. അപ്പൊ പൂർണിമാമ നേരെ പല്ലവിയുടെ അടുത്തേക്ക് ചെന്നു, മോളെ നീ ഇതൊന്നും കാര്യാക്കണ്ട കേട്ടോ, അവള് പറയുന്നത്. അപ്പൊ അച്ചു വന്നിട്ട്, അസൂയ ചേച്ചി, അവക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗംഭീരായിരുന്നു ചേച്ചിയുടെ അഭിനയം, അഭിനയിക്കാണെന്ന് തോന്നുകയില്ല, അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടാ ചേച്ചി ചെയ്തിരിക്കുന്നത്, ഓരോ കാര്യവും എക്സ്പ്രഷൻസും ഓരോന്നും നന്നായിട്ടുണ്ട്. അതെ, രണ്ടാളും നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് പൂർണിമാമയും പറഞ്ഞു കേട്ടോ. അപ്പൊ സേതുവിന് സന്തോഷമായി. എങ്കിലും പല്ലവി ഒന്നും മിണ്ടിയില്ല, നേരെ റൂമിലേക്ക് കയറിപ്പോയി. അപ്പൊ പൂർണിമാമ പറയാണ്, അവക്ക് വിഷമായെന്ന് തോന്നുന്നു, നീ ചെന്നൊന്ന് സമാധാനിപ്പിക്കേണ്ട സേതു എന്ന് പറഞ്ഞു. നേരെ കിച്ചണിലേക്കാ പോയത്. അപ്പൊ ബേബി ചേച്ചി ഉണ്ട്. ഹലോ മാഡം, ഒരു ഡേറ്റ് തരുമോ? ബുദ്ധിമുട്ടായിരിക്കുമല്ലോ സാറേ എന്ന് പറഞ്ഞു പല്ലവി. ഞാനേ ഒരു ഹീറോയുടെ കൂടെ മാത്രം അഭിനയിക്കും, ആൾക്ക് ഡേറ്റ് ഉണ്ടെങ്കിൽ എനിക്കും ഡേറ്റ് ഉണ്ടാവുമായിരിക്കും, അല്ലാതെ ചിലപ്പോ രക്ഷ കിട്ടില്ല. ഓ അങ്ങനെയാണല്ലേ, ശരി ശരി. അല്ല അവര് പറഞ്ഞതുപോലെ എന്റെ ഇമേജ് അതൊരു പ്രശ്നമാവോ സേതുവേട്ടാ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല കേട്ടോ പല്ലവി, പരസ്യം നല്ല കലക്കി തന്നെ വരും, വൻ വിജയം തന്നെ ആയിരിക്കും. പല്ലവി കണ്ടോ, സേതുവേട്ടന്റെ ഈ ആശ്വസിപ്പിക്കലിന് മരുന്നിനേക്കാളും ശക്തിയുണ്ട്. നമ്മുടെ മനസ്സ് അത് കേൾക്കുമ്പോ ഒന്ന് തണുക്കുന്നേ, ഒന്ന് ശാന്താകും, അങ്ങനെയാ. ചെലവുണ്ടേ എന്ന് പറഞ്ഞു ബേബി ചേച്ചി. ആ പിന്നല്ലാണ്ട് എന്റെ പൊന്നെ ബേബി ചേച്ചി, ആദ്യ പരസ്യം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറ. നന്നായിട്ടുണ്ട്, നിങ്ങൾ തമ്മില് നല്ല ചേർച്ചയാട്ടോ. സത്യത്തില് ശരിക്കും ഭാര്യയും ഭർത്താവും ആണെന്ന് ആരും പറയുള്ളൂ, അല്ലാതെ ആരും പറയില്ല കേട്ടോ. ശരിക്കും. അപ്പൊ ഭയങ്കര സന്തോഷമായി. ആണോ പല്ലവി? എനിക്കറിയില്ല, എന്നാ എനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ഞാൻ ആ കാണി. അഭിപ്രായം പറയാനുള്ള അവകാശം അതെനിക്കാ ഉള്ളത്. പരസ്യം ഹിറ്റായാൽ രണ്ടുപേരും ആ വഴി പിടിച്ചാൽ മതി കേട്ടോ, ഭാവിയുണ്ട് രണ്ടുപേർക്കും. ഓഹ് എനിക്ക് വയ്യ എന്ന് പറഞ്ഞ സേതു. എന്റെ പൊന്നു ബേബി ചേച്ചി, ഞാനെങ്ങും ഇല്ല കേട്ടോ, ഇതാണ് തന്നെ എല്ലാം അവരോട് നിർബന്ധിച്ചുകൊണ്ട് നിവർത്തിയില്ലാണ്ട് ചെയ്തതാ. ഇനി അങ്ങനെ ഒരു സാഹസത്തിന് എന്നെ കിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഹീറോ വേണമെങ്കിൽ അഭിനയിച്ചോട്ടെ, എന്താ മീശയൊക്കെ പിരിച്ച് മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി കുത്തി ഒന്ന് പോ മോനെ ദിനേശായ എന്നൊക്കെ പറഞ്ഞ നല്ല സ്റ്റൈലായിരിക്കും അല്ലേ? എന്റെ അമ്മോ ഞാനില്ലേ എന്ന് പറഞ്ഞ സേതു. ആക്ഷൻ എന്ന് കേൾക്കുമ്പോ തന്നെ എന്റെ ബോധം പോകുന്ന എനിക്ക് തോന്നണതാ. ഞാൻ ഈ പന്തലുമണിയൊക്കെ എടുത്ത അതങ്ങ് ജീവിച്ചോളാം, എന്റെ ചോറതാ, അത് വിട്ട് ഒരു കളിക്കും ഈ ഞാനില്ലേ, ഇനി എന്ത് തരാന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ടാട്ടോ എന്ന് പറഞ്ഞ സേതു അടുക്കളയെന്ന് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പൊ പല്ലവി ഇങ്ങനെ നോക്കിയിട്ട്, മറ്റവള് കുത്തുവാക്ക് പറഞ്ഞോല്ലേ ആ ഋതു, മോൾ അതൊന്നും കാര്യാക്കണ്ട കേട്ടോ, കണ്ണുകടി അവക്ക്, അല്ലാണ്ടെന്നാ അതിന് അങ്ങനത്തെ ഒരു സ്വഭാവമായിപ്പോയി. മോളെ പരസ്യം വളരെ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പരസ്യത്തിൽ കണ്ട മോളെ സുന്ദരിയായിട്ടുണ്ട്, താങ്ക് യു ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തില് പല്ലവി ചേച്ചിയിലേക്ക് ഒന്ന് കൊഞ്ചിച്ചിട്ട് പല്ലവി അകത്തേക്ക് അങ്ങ് കയറി പോവാണ്. പിന്നെ കാണുന്നത് നമ്മുടെ സ്വാധീനയും ഋതുവിനെയാണ്. ചേച്ചി പറഞ്ഞത് ആവശ്യമായിരുന്നു അവർക്ക്, പറയണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു, അത്രയ്ക്ക് ജാടയൊന്നും നല്ലതല്ല. അപ്പൊ അച്യുത അങ്ങോട്ടേക്ക് വന്നു. അച്ചു വന്നിട്ട്, നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞു. പല്ലവി ചേച്ചി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ പരസ്യത്തിൽ അഭിനയിച്ചത്, എന്താ വന്നിക്കണ്ട നിന്നിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഓ അതെ, ബിസിനസ് നടത്തുന്നത് ഈ ഞാനാ,
അതുകൊണ്ട് എനിക്കറിയാം എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന്. എന്നെ ആരും തൽക്കാലം പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞു. ചേച്ചിക്ക് അവര് വലിയ ആൾക്കാരായിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. അതെ, ശ്രീഹരിയുടെ കൂടെ ഭാര്യയായിട്ട് നീ അഭിനയിച്ചത് ശരിയായില്ല എന്ന് പറയാനിരിക്കായിരുന്നു ഞാന്. അവനാരാ? വെറും ലോ ക്ലാസ്, പന്തല് നാട്ടാൻ കുഴിയെടുക്കുന്നവൻ. ഓഹോ, അവന്റെ ഒരു അഹങ്കാരം. ആ കുഴിവെട്ടിയുടെ കൂടെയൊക്കെ മാധവ മേനോന്റെ മക്കൾ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞ അതിൽ പരം നാണക്കേട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഋതു, അഭിനയം ഒരു കലയല്ലേ, ആ സിദ്ധിയുള്ളവര് എന്ത് പണി ചെയ്യുന്നു എന്ന് നോക്കേണ്ട കാര്യമുണ്ടോ? നിനക്ക് അങ്ങനെ പലതും പറയാൻ പറ്റും, പക്ഷെ ചോദിക്കുന്നവരോട് ഉത്തരം പറയേണ്ടത് ഈ ഞാനാ. തലയും കുമ്പിട്ട് നിൽക്കേണ്ടി വരും നമ്മുടെ ക്ലയൻസിന്റെ ഒക്കെ മുന്നിൽ. ഇത്രയും വലിയ നാണക്കേട് വരുമെന്ന് അറിയാമെങ്കിൽ എന്തിനാ ഇതിനൊക്കെ നീ ഇറങ്ങി പുറപ്പെട്ടത്? ഒരബദ്ധം ആർക്കും പറ്റൂലോ എന്ന് ചോദിച്ചു. ഇനി എന്തെങ്കിലും വരട്ടെ, ഋതുവിന്റെ തീരുമാനമേ ഇനി നടക്കൂ, ഒരുത്തനെയും ഞാൻ അടുപ്പിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാ ചേച്ചി വേണ്ടത്, അതാണ് ശരി. നീയൊന്നുമേ എത്ര ശ്രമിച്ചാലും നന്നാവാൻ പോടില്ല. ഉപദേശിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ അച്ചകത്തേക്ക് കയറി പോകുമ്പോഴേക്കും അച്ഛൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ്. മറ്റാരുമല്ല, നിഖിലാണ് വിളിക്കുന്നത്. നീ എവിടെയാ എന്നിങ്ങനെ ചോദിച്ചു. കടുപ്പത്തിലാണ്, വീട്ടില്. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം, ഒരു സീരിയസ് മാറ്റർ സംസാരിക്കാനുണ്ട്. ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരെ? പറ്റാത്തതുകൊണ്ടാണല്ലോ നേരിട്ട് കാണണം എന്ന് പറഞ്ഞത്. എന്നാൽ നിഖില് വീട്ടിലേക്ക് വാ, ഇവിടെ വെച്ച് സംസാരിക്കാം. അതൊന്നും പറ്റില്ല. ദേ, എന്നെയും തന്നെയും മാത്രം ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് തൻ്റെ വീട്ടുകാര് തൽക്കാലം കേൾക്കാൻ പാടില്ല. താന് സമയവും സ്ഥലവും അടച്ചേരാം, വന്നിരിക്കണം എന്ന് പറഞ്ഞ ഇവൻ വേഗം ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഒന്നും പറയാൻ സമയം കിട്ടിയില്ല കേട്ടോ അച്ചുവിന്. അപ്പൊ അച്ചു കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ സേതു ആള് നമ്മുടെ വീഡിയോ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് പൂർണിമാമ വരുന്നത്. പൂർണിമാമ വന്നപ്പോ അമ്മേ, അത് പിന്നെ അമ്മേ ഞാന് എന്നൊക്കെ പറഞ്ഞു. എവിടെ പല്ലവി? പല്ലവി അകത്തുണ്ട്, വിളിക്കാം. പല്ലവി എന്ന് വിളിച്ചപ്പോഴത്തേനും പല്ലവിയും ഇറങ്ങി വന്നു. അമ്മയെ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോഴത്തേനും എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അച്ചുവിന്റെ കല്യാണത്തിന് ശേഷം എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നീ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന ഈ കേസ്, അത് എന്തെങ്കിലും കാണിച്ച് അത് ഒന്നെങ്കിൽ നിന്റെ തലയിൽ നിന്ന് മായ്ച്ചു കളയണം എന്ന് പറഞ്ഞു. അത് കല്യാണത്തിന് മുൻപ് തന്നെ ഞാൻ തെളിയിക്കും അമ്മേ എന്ന് സേതു പറയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ പല്ലവി ഡിവോഴ്സ് കേസ് വീണ്ടും ഇനിയിപ്പം ഹൈക്കോടതിയിലേക്ക് വീണ്ടും അപ്പീൽ കൊടുക്കണം എന്ന് പറയണം. നല്ലൊരു വക്കീലിനെ തന്നെ കണ്ടുപിടിക്കണം. ആദ്യം സംഭവിച്ച പിഴവ് ഇനി സംഭവിക്കാൻ പാടില്ല, അത് കണ്ടു വേണം നമ്മൾ ചെയ്യാൻ. അതെല്ലാം നോക്കാമേ എന്ന് പല്ലവി ഇങ്ങനെ സമ്മതിച്ചു കേട്ടോ. അപ്പൊ സേതു ഇങ്ങനെ നിന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്, അതെല്ലാം നടത്തിയെടുക്കണം എനിക്ക് എന്ന് പറഞ്ഞു. നടക്കുമേ, എല്ലാം അമ്മ വിചാരിച്ചതുപോലെ നടക്കും എന്ന് സേതു ഇങ്ങനെ വന്ന് പറയാണ്. പരസ്യം നല്ലതാണോ? കണ്ടോ? എത്ര തവണ കണ്ടു എന്നൊക്കെ അമ്മ ഇങ്ങനെ ഒരു ആക്കിയ ചോദ്യം ചോദിച്ചപ്പം കണ്ടില്ല, ഞാനേ വെറുതെ ഞാനോട് അഭിനയിച്ചത് കൊണ്ട് വെറുതെ ഒരു സന്തോഷത്തിന് നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞ് പൂർണിമാമ അകത്തേക്ക് പോവാണ്. അപ്പൊ പല്ലവി ചോദിക്കുകയാണ്, അല്ല അമ്മ എന്താ മനസ്സിൽ കണ്ടിരിക്കുന്നത്? അത് എനിക്കെങ്ങനെ അറിയാം എന്ന് സേതു ചോദിച്ചു. പക്ഷെ സേതുവേട്ടൻ അറിയാവുന്ന പോലെയാണല്ലോ സംസാരിച്ചത്. അത് പിന്നെ അമ്മയെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ഞാനങ്ങനെ പറഞ്ഞതാ പല്ലവി. സത്യം തന്നെയാണോ സേതുവേട്ടാ? സേതുവേട്ടൻ ഇനി വെറുതെ എന്നോട് കള്ളം പറയാണോ? ഞാൻ എന്തിന് പല്ലവിയോട് കള്ളം പറയണം? ഞാൻ ഒരിക്കലും പല്ലവിയോട് കള്ളം പറയില്ല എന്ന് സേതു ഇങ്ങനെ തട്ടായം പറയാണ്. മനസ്സിലാവുന്നുണ്ട്. സേതുവേട്ടൻ എന്നിൽ നിന്നും മറക്കുന്നില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അല്ല, മറക്കുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്യുവോ? എങ്കിൽ സേതുവേട്ടൻ എൻ്റെ കൂടെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. പുറത്തു വരെ ഒന്ന് പോകണം. എങ്ങോട്ടാ? വീട്ടിലേക്കാണോ? അല്ല, അത്യാവശ്യമായിട്ട് മറ്റൊരിടത്തേക്കാ. അതെ, എത്ര തവണ കണ്ടു? എന്ത് പരസ്യം? അല്ല, അങ്ങനൊന്നുമില്ല പല്ലവി. ഞാൻ ഇങ്ങനെ വെറുതെ ചുമ്മാ ഇരുന്നപ്പോ അങ്ങനെ ഇനി കാണുന്നില്ല. എന്താ പോരെ? കണ്ടാലെന്താ? ശരിയാണല്ലോ, കണ്ടാലിപ്പോ എന്താ കുഴപ്പം? പരസ്യമല്ലേ, രഹസ്യമൊന്നും അല്ലല്ലോ. ആ പരസ്യത്തില് ഒരു രഹസ്യം ഉണ്ടോ സേതുവേട്ടാ? എനിക്ക് അങ്ങനൊന്നും മനസ്സിലാവില്ല എന്നൊന്നും വിചാരിക്കണ്ട. അല്ല, അത് പിന്നെ എനിക്കൊന്നും മനസ്സിലായില്ല. ആയിക്കോ, നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞ് പല്ലവി അങ്ങ് പോയി. പരസ്യത്തിൽ രഹസ്യമോ? അതെന്താ സംഭവം? പല്ലവി എന്താ അങ്ങനെ ചോദിച്ചതിന്റെ കാരണം എന്ന് സേതു ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഉണ്ടോ? ഉണ്ടെങ്കിലുണ്ട്, നോക്കാം. പരസ്യത്തിൽ പല്ലവി ഉണ്ടെന്നറിയാം, പക്ഷെ രഹസ്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ സേതു അങ്ങ് പോയി. പിന്നെ നമ്മൾ കാണുന്നത് നിഖിലിനെയാണ്. അപ്പൊ നിഖിൽ അച്ചുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അച്ചു അങ്ങോട്ടേക്ക് എത്തിയിട്ടോ. അച്ചു വന്നപ്പോ തന്നെ ഫോൺ എടുത്ത് പിടിച്ച് ഇവൻ ഇങ്ങനെ ചൂടായി നിൽക്കുകയാണ്. എന്താ ഇത്? അപ്പൊ ഹരിയുമായിട്ട് അഭിനയിച്ച ആ ഒരു പരസ്യരംഗത്തിലെ ആ ഷൂട്ടിംഗ് ഉണ്ടല്ലോ, അപ്പൊ അത് അവൻ പറയുന്ന കാര്യങ്ങളും എല്ലാം ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ്.
അതെ, ഈ ഇഷ്ടത്തിന് ഞാൻ എന്താ തരേണ്ടത് എന്നൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ആരോട് ചോദിച്ചിട്ടാ നീ ഇത് ചെയ്തത്? മനസ്സിലായില്ല? ഏതൊരുത്തന്റെ കൂടെ അഴിഞ്ഞാടിയില്ലേ, അതിന് എന്റെ സമ്മതം ഉണ്ടായിരുന്നോ എന്നാ ചോദിച്ചത്. അഴിഞ്ഞാടിയെന്നോ? പരസ്യത്തിൽ അഭിനയിക്കുന്നത് അഴിഞ്ഞാട്ടം എങ്ങനെയാകുന്നത് എന്ന് ചോദിച്ചു അച്ചു. അതും എന്റെ കൂടി സ്ഥാപനത്തിന്റെ പരസ്യം. അഭിനയിക്കുന്നതിന് മുൻപ് എന്നോട് ചോദിക്കണം എന്ന് അറിയില്ലായിരുന്നു നിനക്ക്? പറഞ്ഞല്ലോ, സേതുവേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു. സേതുവേട്ടൻ അത് സമ്മതിക്കുകയും ചെയ്തു. സേതുവേട്ടനല്ല, ഞാനാ നിന്നെ കെട്ടാൻ പോകുന്നത്. കെട്ടാൻ പോകുന്നതല്ലേ ഉള്ളൂ, കിട്ടിയില്ലല്ലോ. ഭരണമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. അത് നീയാണോ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചു. ഒച്ച വെക്കണ്ട എന്ന് പറഞ്ഞ അച്ചു തിരിച്ചൊരു വലിയൊരു നമ്പർ കാണിച്ചു കൊടുത്തു. ഇവന്റെ കുറെ ഫോട്ടോസ്. ഇത് കണ്ട് നിഖിലിന്റെ കണ്ണങ്ങ് തള്ളിപ്പോയി എന്ന് പറഞ്ഞാൽ മതി. നിന്ന് വെള്ളം കുടിച്ചു പോയി നിഖില്. ഇത് നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിച്ചു. എന്താ, നിങ്ങൾക്കിതാവാം, എനിക്ക് അഭിനയിക്കാൻ പാടില്ല അല്ലേ? ഈ ഫോട്ടോസ് നിനക്ക് എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചു. ആദ്യത്തെ തൽക്കാലം നിങ്ങൾ എന്തിനാ അറിയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ ഇവന് ട്രാക്ക് മാറ്റുകയാണ് കേട്ടോ. വേഗം അധികെ, ഞാൻ വെറുതെ ദേഷ്യപ്പെട്ടതല്ലേ, വെറുതെ നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ. അതെ, സത്യം പറഞ്ഞാലേ നിന്നെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാ ഞാനൊന്ന് വരാൻ പറഞ്ഞത് കേട്ടോ. നിന്റെ ഉള്ളില് കലാകാരി ഉണ്ടെന്ന് ഇപ്പോഴാ എനിക്കൊന്ന് മനസ്സിലായതേ. അതുകൊണ്ടാ, നീ എത്ര വേണമെങ്കിലും അഭിനയിച്ചോ, എനിക്കതില് യാതൊരു പരാതിയില്ലെന്നേ. നിങ്ങൾക്ക് പരാതി ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഫോട്ടോസ് കാണിച്ചപ്പോ രക്ഷപ്പെടാൻ വേണ്ടി മലക്കം മറിയാ നിങ്ങള്. അതുകൊണ്ട് എല്ലാ കളത്തിലും പെട്ടെന്ന് എനിക്ക് മനസ്സിലാവും. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കട്ടെ, ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുകയോ പറയോ ചെയ്താൽ ഞാൻ സേതുവേട്ടനെ വിവരം അറിയിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട, എന്റെ ഗാർഡിയൻ എന്ന് പറയുന്നത് സേതുവേട്ടനാ. സേതുവേട്ടനായിരിക്കും പിന്നെ നിഖിലിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഞാൻ പറയണ്ടല്ലോ, താലി കെട്ടാൻ തീരുമാനിച്ചു എന്ന് കരുതി ഞാനൊരു അടിമയായി മാറും എന്ന് ആരും കരുതണ്ട. എനിക്കതിന് കഴിയില്ല. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. കാരണം പൊന്നുമടത്തിലെ മാധവ മേനോന്റെ മകളാ, സേതു മാധവന്റെ പെങ്ങള് എന്ന് തന്നെ ഇവള് കടുപ്പിച്ചങ്ങ് പറഞ്ഞിട്ട് നല്ല അന്തസ്സായിട്ട്, എന്താ പറയാ, നല്ല സ്ലോ മോഷനില് സ്റ്റൈലായിട്ട് നമ്മുടെ അച്ചു അങ്ങ് പോവാണ് കേട്ടോ. നിഖിൽ ഇതിൽ പരം അടി കിട്ടാൻ ഇനിയില്ല. അത്രയ്ക്ക് അടി കിട്ടിയ പോലെ ആയിപ്പോയി. ഇവനൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും പല്ലവിനെയാണ്. അപ്പം മിത്രന്റെയും അതുപോലെ ഉണ്ണിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അകത്തേക്ക് ഇരിക്കുക. ഒരാളൂടെ വരാനുണ്ട്. ആരാ എന്ന് ചോദിച്ചു. ഇപ്പൊ എത്തും, മറ്റാരുമല്ല, നമ്മുടെ നിരഞ്ജന മേഡമാണ് കേട്ടോ. അപ്പൊ നിരഞ്ജന മേഡം അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ സേതുവും പല്ലവിയും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. ഇങ്ങനെ ഒരു മീറ്റിംഗ് മേഡം ആവശ്യപ്പെട്ടത് നിരഞ്ജന മേഡമാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരിടത്ത് വേണം എന്ന് പറഞ്ഞതും മേഡമാണ്. അതാ ഈ സ്ഥലം തന്നെ തെരഞ്ഞെടുത്തത്. ബാക്കി ഞാൻ പറയാം. ഇനി ഇന്ദ്രജിത്ത്, അവനെ കാണാതായിട്ട് ദിവസങ്ങളായിയല്ലോ. അതുകൊണ്ട് തന്നെ അവനെ പിടിക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രമല്ല, ഇപ്പൊ എന്റെയും കൂടി ആവശ്യം മാറിയിരിക്കുകയാണ്. കാണാതായ ഒരാളെ കണ്ടെത്താൻ പറ്റില്ല എന്ന് വെച്ചാല് ഞാനൊക്കെ പിന്നെ എന്തിനാ ഈ യൂണിഫോം ഇട്ട് നടക്കുന്നത്? നാണക്കേടാണ് ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ. അതുകൊണ്ട് എത്രയും വേഗം ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ കേസില് ഏറെക്കുറെ ഞാനിപ്പോ ഒറ്റയ്ക്കാണെന്ന് പറയാം. ആരുടെയെങ്കിലും സഹായമില്ലാതെ എനിക്ക് എന്തായാലും ഈ കേസ് തെളിയിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. മാഡം പറഞ്ഞോളൂ, എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. അവനെ കൊല്ലണോ, അതിന് ഞങ്ങൾ തയ്യാറാ എന്ന് മിത്രൻ ഇങ്ങനെ പറഞ്ഞോട്ടോ. അങ്ങനെയാണ് തീരുമാനമെങ്കിൽ കൊല്ലാനുള്ള അവസരം എനിക്ക് തരണം. കൊന്നിട്ട് ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാ എന്ന് ഉണ്ണി പറഞ്ഞു. അങ്ങനെയെങ്കിലും പല്ലവി ചേച്ചി രക്ഷപ്പെടുമല്ലോ. കൊലപാതകമല്ല മേഡത്തിന്റെ മനസ്സിൽ എന്ന് പറഞ്ഞു സേതു. നിയമലംഘനം ഞാൻ വെച്ച് പൊറപ്പിക്കില്ല, അതല്ല എന്റെ വഴി. പല്ലവിയുടെ ആണ്. പല്ലവി സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് അവനെ പിടിക്കാം. മേഡം, ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് മേഡം പറഞ്ഞോളൂ, ഞാൻ അത് ചെയ്യാം. അതൊക്കെ ഞാൻ പറയാം. പല്ലവി ഇങ്ങ് വാ എന്ന് പറഞ്ഞ് പല്ലവിയോട് വിശദമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി പല്ലവി പെട്ടെന്നൊരു തീരുമാനം പറയണ്ട, ആലോചിച്ച ശേഷം ഒരു മറുപടി പറഞ്ഞാൽ മതി. ഇനി നമ്മുടെ മുന്നിൽ അധിക സമയമില്ല എന്ന് പറഞ്ഞിട്ട് നിരഞ്ജന മേഡം അങ്ങ് പോയി. അപ്പൊ പല്ലവിനെയും സേതുവിനെയും കാണുന്നത്. അപ്പോ മേഡം പറഞ്ഞത് അനുസരിക്കാനാണോ പല്ലവി തീരുമാനിച്ചിരിക്കുന്നത്? അതെ സേതുവേട്ടാ, ശരിക്കും അതെ. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. റിസ്ക് അല്ലേ എന്ന് ചോദിച്ചു. റിസ്ക് ആണ്, ശരിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു റിസ്ക് എടുത്തില്ല എങ്കിൽ ഒരിക്കലും എനിക്ക് എന്റെ ജീവിതം തന്നെ കൈവിട്ടു പോകും എന്റെ സേതുവേട്ടാ. അതുകൊണ്ടാ ഇന്ദ്രനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണ്ടേ നമുക്ക്? അതിന് ഇറക്കണം. പക്ഷെ അതിന് ഇതാണോ വഴി? ഇത് മാത്രമേ ഉള്ളൂ വഴി? വേറെ എന്ത് വഴിയാ ഉള്ളത് സേതുവേട്ടാ, പറയാ എന്ന് പറഞ്ഞു. ഒരുപാട് ആലോചിച്ച നിരഞ്ജന മേഡം ഇങ്ങനൊരു വഴി കണ്ടുപിടിച്ചിരിക്കുന്നത്. അനുസരിക്കാന്നാ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പം വേണ്ട എന്ന് പറയണമെന്നൊക്കെ ഉണ്ട് പല്ലവി. പക്ഷെ മുന്നില്
പറയാൻ വേണ്ട ധൈര്യം ഒന്നും കിട്ടണില്ല, അതുകൊണ്ടാ പറയാത്തത് എന്ന് പറഞ്ഞു. ഇന്ദ്രൻ പുറത്ത് കഴിയുമ്പോൾ ഒരു അപകടം കൂടി ഉണ്ടെന്ന് എനിക്കറിയാം. ഇന്ദ്രന്റെ സ്വഭാവം വെച്ചിട്ട് അയാള് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതോടെ പല്ലവിയുടെ തലയിലേക്ക് തന്നെ അതും വരും എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാത്തത്. അവനിപ്പോ ഒരു അപകടവും പറ്റാതെ പുറത്തു വരേണ്ടത് നമ്മളുടെ മാത്രം ആവശ്യമാണ് എന്ന് പറഞ്ഞു. അതെ, അതാണ് അതിന്റെ ശരി എന്ന് പറയണം. അതുകൊണ്ടാ അപകടമാണ് എന്നറിഞ്ഞിട്ടും നിരഞ്ജന മേഡം ആ ഒരു വഴി തന്നെ തിരഞ്ഞെടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. പക്ഷെ പുറത്ത് ഞാനുണ്ട്, എന്ത് സഹായത്തിനും എപ്പോൾ വേണമെങ്കിലും പല്ലവിക്ക് വിളിക്കേണ്ട ആവശ്യം വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു. എങ്കിലും ഇന്ദ്രൻ അയാൾ മാത്രമാ ഇപ്പൊ എൻ്റെ മനസ്സ് നിറച്ച്. എൻ്റെ പൊന്നോ, ഇത് ഏത് വിധേനയാണെങ്കിലും അയാളെ കണ്ടുപിടിക്കുക, അയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുക. അതെനിക്ക് സാധിച്ചാൽ ഞാൻ ജയിച്ചു. പക്ഷേങ്കിൽ അതത്ര നിസ്സാര കാര്യമല്ലെന്ന് എനിക്കറിയാം. യുദ്ധമാണ് സേതുവേട്ടാ, അയാളും ഞാനും തമ്മിലുള്ള യുദ്ധം. ഒരാൾ പൂർണ്ണമായിട്ട് കീഴടങ്ങണം, അപ്പോഴേ യുദ്ധം അവസാനിക്കൂ എന്ന് പറഞ്ഞു. പേടിക്കണ്ട, ഞാൻ പുറത്തു തന്നെ പല്ലവിയുടെ കൂടെ തന്നെ ഉണ്ടാവും. ജയവും പല്ലവിക്ക് തന്നെ ആയിരിക്കും, വാ എന്ന് പറഞ്ഞ് ഇവര് പോവാനായിട്ട് വണ്ടിയിലേക്ക് കയറി. അപ്പൊ ഇങ്ങനെ നോക്കി നിന്നിട്ട് സേതുവേട്ടാ, എനിക്ക് ഒരാഗ്രഹം കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ? എനിക്ക് വീട്ടിൽ പോയി അച്ഛനെ അമ്മയെ ഒന്ന് കാണണം. ഇപ്പൊ എന്ത് ചെയ്യാൻ പോകുന്നു എന്നൊന്നും തൽക്കാലം ഞാൻ അവരോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും മൗനമായി നിന്നൊന്ന് അനുഗ്രഹം വാങ്ങണം. എന്നെ കൊണ്ടുപോകും സേതുവേട്ടൻ. അതെന്ത് ചോദ്യമാ? ഇനി പല്ലവിയുടെ ഒരാഗ്രഹവും സാധിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞ സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ and see you again.